നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസ് തലപ്പത്ത് പോര് കനക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വേണ്ടപ്പെട്ടവരെ ഒക്കെ തന്നെ സംരക്ഷിച്ച് കൈക്കീഴിൽ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കാണുമ്പോൾ മുഖ്യമന്ത്രിയെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെയും മെരുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ അനുഗ്രഹാശസ്സുകളുള്ള മറ്റൊരു ADGP കളത്തിലിറങ്ങുകയാണ്. ജനപ്രിയനായ, സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റവും അധികം കളങ്കം നേരിടേണ്ടി വന്നൊരു വാർത്തയും ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മളേവരും കണ്ടതാണ്. ആ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ADGP MR അജിത്കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ADGP P. വിജയൻ IPS ആണ് രംഗത്ത് വരുന്നത്. IG ആയിരുന്ന സമയത്ത് P. വിജയൻ IPSനെ ഏറ്റവും അധികം ദ്രോഹിച്ച ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ്. അത് ADGP MR അജിത്കുമാർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിടിവാശിയിന്മേൽ തന്നെയാണ് പലതവണയായി അദ്ദേഹത്തിന് P. വിജയൻ IPSന് പല തോതിലുള്ള പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ സസ്പെൻഷനും മറ്റ് വകുപ്പ് തല അന്വേഷണവും. IG ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സസ്പെൻഷനിലേക്ക് നയിച്ച കാരണം പോലും അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ MR അജിത്കുമാർ നൽകിയ റിപ്പോർട്ടായിരുന്നു. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ P. വിജയൻ ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടായിരുന്നു MR അജിത്കുമാർ പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയും നേരിട്ടു. 2023 മെയ് 18 സസ്പെൻഷൻ ഓർഡറും പുറത്തിറങ്ങി. ഏകദേശം 5 മാസക്കാലം ഒരു തെറ്റും ചെയ്യാതെ സസ്പെൻഷനിൽ അദ്ദേഹത്തിന് തുടരേണ്ടി വന്നു. P. വിജയനെ പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ അനുകൂല റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് തിരികെ സർവീസിലേക്ക് എടുത്തു. അന്ന് സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ അതേക്കുറിച്ച് അന്വേഷിച്ച അച്ചടക്ക നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തിയെങ്കിലും അജിത്കുമാറിൻ്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം P. വിജയനെ സർവീസിലേക്ക് തിരിച്ചെടുത്തത്. സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് ചീഫ് സെക്രട്ടറി പിന്നെയും ശുപാർശ ചെയ്തെങ്കിലും അതൊന്നും തന്നെ സർക്കാർ മുഖവിലേക്ക് എടുത്തില്ല. അതിനുള്ള കാരണവും അതിന് പിന്നിൽ പ്രവർത്തകരവും അജിത്കുമാറിൻ്റേതാണെന്നുള്ള വാർത്തകൾ അന്നേ പ്രചരിച്ചിരുന്നു. സംസ്ഥാന പോലീസ് സേനയിൽ തന്നെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് IG P. വിജയൻ. അന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സസ്പെൻഷൻ നടപടി IPS ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വലിയ തോതിലുള്ള അതൃപ്തിക്ക് കല്ലുകടിക്ക് കാരണമായിരുന്നു. എന്നിട്ടും IPS ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കുകയോ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതും ആരുടെ സ്വാധീനത്തിന് പിന്നിലുണ്ടായിരുന്ന പ്രവൃത്തിയായിരുന്നു, ചേതോവികാരമായിരുന്നു എന്നുള്ളത് പിന്നീട് ഏവർക്കും മനസ്സിലായതാണ്. ശേഷം അദ്ദേഹത്തിന് സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറങ്ങി. സർവീസിൽ കയറിയ ശേഷം ഇന്റലിജൻസ് ADGP ആയി പ്രൊമോഷനും കൊടുത്തു. ഇതിനു ശേഷമാണ് മറ്റൊരു ഗുരുതര ആരോപണവുമായി, വീണ്ടും വേട്ടയാടലുമായി MR അജിത്കുമാർ രംഗത്ത് വന്നത്. DGPക്ക് MR അജിത്കുമാർ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു മൊഴി നൽകിയിരുന്നു. മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസ് ആരോപണ വിധേയനാണ്. അദ്ദേഹം തന്നോട് ഒരു കാര്യം പറഞ്ഞു. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് P. വിജയനുമായി അടുത്ത ബന്ധമുണ്ടെന്ന്. അങ്ങനെ വീണ്ടും കുരുക്കിൽ ചാടിക്കാനായി ശ്രമം നടത്തി. എന്നാൽ താൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്ന്, പ്രത്യേകിച്ചും MR അജിത്കുമാറിനോട് അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് മുൻ SP സുജിത് ദാസ് ആകട്ടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായ സാഹചര്യത്തിൽ വ്യാജമൊഴി നൽകി തന്നെ കൊടുക്കാൻ ശ്രമിച്ച ADGPക്കെതിരെ നടപടിയെടുക്കണമെന്ന ശക്തമായ ആവശ്യവുമായി ബന്ധപ്പെട്ട് DGPക്ക് P. വിജയൻ പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനിടയിലാണ് സ്ഥാനക്കയറ്റം ശുപാർശ നൽകിക്കൊണ്ട് DGPയായി നിയമിക്കാനായിട്ടുള്ള അരിയിട്ട് വാഴിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും സർക്കാർ തലത്തിൽ, മുഖ്യമന്ത്രിയുടെ തലത്തിൽ നടക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയോ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകുകയോ ചെയ്യണമെന്നുള്ള കത്താണ് P. വിജയൻ IPS മുന്നോട്ട് വച്ചിരിക്കുന്നത്. കത്ത് DGP സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. കാരണം സാധാരണ നിലയിൽ DGPക്ക് തന്നെ ഇത്തരം പരാതികളിൽ നടപടിയെടുക്കാം. പക്ഷേ ഉന്നത തസ്തികയിലിരിക്കുന്ന 2 മുതിർന്ന ഓഫീസർമാർ, ADGP റാങ്കിലുള്ള 2 ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ഭാവിയിൽ DGPയായി സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആരോപണ വിധേയൻ. അതുകൊണ്ട് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് ഈ പരാതി കൈമാറിയിരിക്കുന്നത്. ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിയുടെ രേഖാചിത്രം വളരെ വേഗത്തിൽ തയ്യാറാക്കി ATS തന്നെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കമായിരുന്നു അന്ന് പ്രതിയെ പിടികൂടാൻ ഏറ്റവും അധികം സഹായിച്ചത്. അതിനിടയിൽ ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും എത്തി. അതോടെ അതുവരെ കേസ് അന്വേഷിച്ച P. വിജയൻ അപ്രസക്തനായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണ ചുറ്റുപാടിൽ നിന്നും പഠന മികവ് നേടി IPS നേടിയെടുത്ത വിജയൻ കേരളത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുണ്യം പൂങ്കാവനമടക്കം SPC അടക്കം അങ്ങനെ പല പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൊന്നു വിളയിച്ചിട്ടുള്ള വസ്തുതകൾ തന്നെയാണ്. പമ്പയെ വൃത്തിയാക്കാനുള്ള പുണ്യം പൂങ്കാവനെ P. വിജയൻ്റെ മനസ്സിൽ ഉദിച്ച ആശയം തന്നെയാണ്. ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട വിഷയമാണ്.
സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ കാര്യത്തിലും പി വിജയന്റെ ഇടപെടൽ അതൊക്കെ തന്നെ ശ്രദ്ധേയമായ വിഷയമായിരുന്നു. ദേശീയ തലത്തിൽ പിന്നീട് ചർച്ചയായ വിഷയമായി തന്നെ ഇതൊക്കെ തന്നെ മാറിയിരുന്നു. അപ്പോഴാണ് ഏലത്തൂരിൽ തിരിച്ചറിയൽ പരേഡിന് മുൻപ് തന്നെ പ്രതിയുടെ ചിത്രം പുറത്തുപോയതൊരു ഗുരുതര വീഴ്ചയായി എടുത്തു പറഞ്ഞത്. പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാവിവരം ചോർത്തിയതും പ്രതിയുടെ ദൃശ്യങ്ങൾ TV ചാനൽ പകർത്തി പുറത്തുവിട്ട സംഭവവും ഒക്കെ തന്നെ ഗുരുതര വീഴ്ചയായി എടുത്തു കാട്ടപ്പെട്ടു. ആ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തിരുന്നു. പ്രതിയെ പിടികൂടിയത് മഹാരാഷ്ട്രയിൽ വെച്ചായിരുന്നു. കേരള പോലീസിന് അതിൽ പങ്കൊന്നും തന്നെ ഇല്ലായിരുന്നു. മഹാരാഷ്ട്രയിൽ പ്രതി പിടിയിലായപ്പോൾ തന്നെ ഫോട്ടോ പുറത്തു വന്നു. അത് പി വിജയന്റെ തലയിൽ ചിലർ വെച്ച് കെട്ടുകയും ചെയ്തു. അതിന് പിന്നിൽ പ്രവർത്തകരങ്ങൾ ആരൊക്കെ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.